10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഒരാൾ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഹത്താ യഖ്തിമഹ അത് പൂർത്തിയാക്കി ഓതിയാൽ, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുവരെ ഓതിയാൽ, പൂർത്തിയാക്കി ഓതിയാൽ, 10 മറാത്ത് 10 പ്രാവശ്യം ഓതിയാൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു മാളിക പണിയുന്നതാണ്, ഒരു കൊട്ടാരം അല്ലാഹു തആല ആ ഓതിയവർക്ക് നിർമ്മിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പോൾ ആ സദസ്സിൽ ആരുണ്ട്? ഇത് പറയുന്ന സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദൻ അസ്തക്സിറു യാ റസൂലല്ലാഹ്, ഞാൻ എന്നാൽ അത് കൂടുതൽ പ്രാവശ്യം ഓതും എന്ന്. 10 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു കൊട്ടാരം, ഒരു വീട് പരലോകത്ത് ലഭിക്കും, സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നേരം തന്നെ പറയുകയാണ്, ഞാൻ എന്നാൽ അത് കൂടുതൽ പ്രാവശ്യം ഓതും എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാണ്, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്സറു വ അത്വയബു, എന്നാൽ ഉമറേ, അല്ലാഹു കൂടുതൽ നൽകുന്നവനും നല്ലവനുമാകുന്നു എന്ന്. കണ്ടോ നിങ്ങൾ? അത് കൂടുതൽ ഞാൻ ഓതും എന്ന് പറഞ്ഞപ്പോൾ അതിന് നല്ല മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയാണ്. അല്ലാഹു കൂടുതൽ നൽകുന്നവനാണ്, നീ കൂടുതൽ ചെല്ലുകയാണെങ്കിൽ കൂടുതൽ നൽകും ഉമറേ എന്ന് പറഞ്ഞു. മാത്രമല്ല അല്ലാഹു തആല നല്ലവനുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യം അത് ചെയ്യും അല്ലാഹു തആല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസ് ഇപ്പോഴുള്ള പുതിയ തലമുറകളോട് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ചില ആളുകളോട് പറഞ്ഞാൽ, ഇതൊക്കെ മറു ചോദ്യം അവർ ചോദിക്കും. എന്താ ചോദിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞെന്താ, ഞാനെന്നാ കൂടുതൽ ചെല്ലും എന്നാ പറഞ്ഞത്. പക്ഷേ ചിലർ ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ അവർ ചോദിക്കുക എന്താണെന്നറിയോ? അതെങ്ങനെ ഒരാൾക്ക് 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വീട് നൽകുമെന്ന് പറഞ്ഞാൽ, അയാൾ ഒരുപാട് പ്രാവശ്യം ഓതിയാൽ ഒരുപാട് വീടുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഏത് വീട്ടിലാണ് അദ്ദേഹം നിൽക്കുക എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ മറുപടി എന്താണ്? വിശ്വാസികൾക്ക് അങ്ങനത്തെ ചോദ്യം ഉണ്ടാവില്ല. കാരണം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാറ്റിനും ആർക്ക് കഴിയും? അല്ലാഹു തആലക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താണ്? നമുക്കിഷ്ടമുള്ളതിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെയാണ്. സ്വർഗത്തിന് 8 കവാടമുണ്ടല്ലോ, അതിലൂടെ കടക്കാം. എന്ത് ചെയ്താൽ? വുളൂവിന് ശേഷമുള്ള ദുആ പതിവായിട്ട് ചെല്ലുന്നവർക്ക്. അപ്പോൾ 8 കവാടത്തിൽ ഒന്നായിട്ട് ഒരാൾക്ക് കടക്കാൻ കഴിയുമോ? അപ്പോൾ അവന് ഇഷ്ടമുള്ളതിലൂടെ കടക്കാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. 8 തുറക്കും. അപ്പോൾ 8 തുറക്കപ്പെടും ഇയാൾക്ക് വേണ്ടി. പക്ഷേ ഏതിലൂടെയാണോ ഇഷ്ടം അതിലൂടെ കടക്കാം. അങ്ങനെയാണ്. അപ്പോൾ അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ സംശയമൊന്നും ഉണ്ടാവില്ല. ഏത് ഹദീസ് കേട്ടാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് സംശയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലുറപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ചാൽ ഒരു സംശയവും ഉണ്ടാവില്ല. അപ്പോൾ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, ഞാൻ കൂടുതൽ ചെല്ലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 10 തന്നെ ഇത്രയും വലിയ പ്രതിഫലം ഉണ്ടെങ്കിൽ എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് പാഠമുണ്ട്. എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 എണ്ണം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് സ്വർഗത്തിലൊരു വീട് ലഭിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 10 ചൊല്ലിയാൽ തന്നെ എത്ര വലിയ പ്രതിഫലമാണ്. ഇനി അതിൽ കൂടുതൽ ചൊല്ലിയാലോ ഒരുപാട് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ദിക്റുകളും സൂറത്തുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മറന്നു പോവാതെ അത് ചൊല്ലാൻ അല്ലാഹു തആല നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാവട്ടെ.